ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഒക്ടോബർ മാസം ജപമാല മാസം. പരിശുദ്ധമ്മയോടുള്ള സ്നേഹത്തിൽ നമ്മളൊക്കെ ഒരുപാട് ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു മാസം. എന്തുകൊണ്ടാണ് ഈ ഒക്ടോബർ മാസം ജപമാല മാസമായി ആചരിക്കാൻ തുടങ്ങിയത്? മുഖ്യമായും 2 കാരണങ്ങളാണ് നമുക്ക് പറയാൻ കഴിയുക. ഒന്ന്, ഒക്ടോബർ 7-ാം തീയതി ദ ഫീസ്റ്റ് ഓഫ് അവർ ലേഡി ഓഫ് റോസറി, പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ. 2, ഒക്ടോബർ 13-ാം തീയതി ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിന്റെ കൂടി ഓർമ്മ. ഒന്നാമത്തേത് ദ ഫീസ്റ്റ് ഓഫ് അവർ ലേഡി ഓഫ് റോസറി, ജപമാല രാജ്ഞിയുടെ തിരുനാളാണ്. പിന്നീടത് വിജയമാതാവിന്റെ തിരുനാളായി ആഘോഷിക്കാൻ തുടങ്ങി. അതിന് ഒരു ചരിത്രമുണ്ട്. 1571 ഒക്ടോബർ 7-ാം തീയതി ക്രിസ്ത്യൻ സൈന്യം, ഹോളി ലീഗ് എന്നാണ് അതിനെ വിളിച്ചിരുന്നത്, ഒട്ടോമൻ എംപയറുമായുള്ള യുദ്ധത്തിൽ ദ ബാറ്റിൽ ഓഫ് ലെപ്പന്റോ എന്നാണ് ആ യുദ്ധത്തെ വിളിച്ചിരുന്നത്. അത്ഭുതകരമായി പരിശുദ്ധമ്മയോടുള്ള പ്രാർത്ഥനയിൽ ജപമാലയിൽ നിന്ന് വിജയിച്ചതിന്റെ ഒരു ഓർമ്മയാണ്. അതുകൊണ്ടാണ് അക്കാലത്തെ മാർപ്പാപ്പ പോപ്പ് പയസ് V ഈ ഒക്ടോബർ 7-ാം തീയതിയിലെ തിരുനാളിനെ വിജയമാതാവിന്റെ തിരുനാൾ, അവർ ലേഡി ഓഫ് വിക്ടറി എന്ന് വിളിക്കാൻ കാരണം. അതൊരു യുദ്ധമായിരുന്നു. ക്രിസ്ത്യൻ സൈന്യം ഒട്ടോമൻ എംപയറുമായിട്ടുള്ള ഒരു യുദ്ധം. കോൺസ്റ്റാന്റിനോപ്പിൾ ഒട്ടോമൻ എംപയർ പിടിച്ചടക്കി സാവധാനത്തിൽ മെഡിറ്ററേനിയൻ കോസ്റ്റിലൂടെ കടന്നുവന്ന് ക്രിസ്ത്യൻ രാജ്യങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ നോക്കുന്ന ഒരു സമയം. ഇതിനെ ചെറുത്തു നിർത്തിയില്ലെങ്കിൽ ക്രൈസ്തവ സഭ ഇല്ലാതാകുമെന്ന് മനസ്സിലാക്കിയ 5-ാം പിയൂസ് മാർപ്പാപ്പ അന്നത്തെ സ്പെയിൻ രാജാവ് ഫിലിപ്പ് II സമീപിച്ചു. അദ്ദേഹത്തിന്റെ വലിയ നേതൃത്വമായിരുന്നു ഒരു ഹോളി ലീഗ് എന്നുള്ള ഒരു ക്രിസ്ത്യൻ സൈന്യം രൂപപ്പെടുത്തിയത്. അതിന് നേതൃത്വം കൊടുത്തത് ഡോൺ ജുവാൻ ഡി ഓസ്ട്രിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വമായിരുന്നു ഈ യുദ്ധത്തിന് മുന്നിൽ നിന്നത്. ഹോളി ലീഗ് യുദ്ധം തോൽക്കുമോ എന്നൊരു ഭയം 5-ാം പിയൂസ് മാർപ്പാപ്പയ്ക്കുണ്ടായി. അതുകൊണ്ട് 5-ാം പിയൂസ് മാർപ്പാപ്പ ദൈവജനത്തോട് പറഞ്ഞു, ഈ യുദ്ധത്തിൽ നിന്ന് സഭയ്ക്ക് ജയിക്കാൻ പരിശുദ്ധ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാവുന്ന അത്രയും ജപമാലകൾ ചൊല്ലുക. ലോകം മുഴുവനുമുള്ള ദൈവജനം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. തീർച്ചയായിട്ടും ആ ജപമാലയുടെ അത്ഭുതമായിട്ടാണ് പിയൂസ് 5-ാമൻ മാർപ്പാപ്പ ആ യുദ്ധത്തിന്റെ വിജയത്തെ ദ ബാറ്റിൽ ഓഫ് ലെപ്പന്റോ അതിനെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വിജയമാതാവിന്റെ തിരുനാളായി 1571 ഒക്ടോബർ 7-ാം തീയതി വിജയം പ്രഖ്യാപിക്കപ്പെട്ട ആ ദിവസത്തെ വിജയമാതാവിന്റെ തിരുനാളായി ആഘോഷിക്കാൻ കൽപ്പനയിട്ടത്. പിന്നീട് ജപമാല രാജ്ഞിയുടെ തിരുനാളായി ആഘോഷിക്കാൻ തുടങ്ങി. അന്നു മുതൽ ഒക്ടോബർ മാസത്തിൽ പരിശുദ്ധ അമ്മയോടുള്ള ഒരു ഭക്തി ജപമാല മാസമായി ആചരിക്കാൻ തുടങ്ങി. അതേ മാസത്തിന്റെ ഒരു ദിവസം തന്നെയാണ് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. 1917 ഒക്ടോബർ 13-ാം തീയതി. 1917 മെയ് 13-ാം തീയതി ആരംഭിച്ച മാതാവിന്റെ പ്രത്യക്ഷം തുടർച്ചയായി എല്ലാ മാസവും 13-ാം തീയതി ഫ്രാൻസിസ്, ലൂസി, ജസീന്ത എന്നീ മക്കൾക്ക് പരിശുദ്ധാമ്മ നൽകപ്പെടുകയും അതിന്റെ അവസാനത്തെ പ്രത്യക്ഷം ഒക്ടോബർ 13-ാം തീയതി മാതാവിന്റെ പ്രത്യക്ഷം ആ മക്കൾക്ക് അനുഭവിക്കാൻ ലാസ്റ്റ് പ്രത്യക്ഷം ജപമാല മാസത്തിൽ കൂടി നൽകപ്പെട്ടു. അങ്ങനെ ഒക്ടോബർ വളരെ പ്രാധാന്യമേറിയ ഒരു മാസമായി. ജപമാല മാസം,
ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിലും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിലും പരിശുദ്ധ അമ്മയോടുള്ള ജപമാലയ്ക്കുമായി ഒക്ടോബർ മാസം നമ്മൾ നീക്കിവെക്കുക. പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയെയും അമ്മ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും, ഉറപ്പാണ്. ഈ ഒക്ടോബർ മാസത്തിൽ എത്രമാത്രം ജപമാല പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയ്ക്കായിട്ട് നമുക്ക് നൽകാൻ കഴിയുന്നുവോ അത്രയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അമ്മ ഒരു വിജയമാതാവായി, അനുഗ്രഹമാതാവായി, ജപമാല രാജ്ഞിയായി കടന്നുവരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.